വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഔസേപ്പിൻ്റെ ഒസിയത്ത്, വടക്കൻ, കിങ്സ്റ്റൺ, പരിവാർ തുടങ്ങിയ സിനിമകളെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ആ സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വളരെ ചുരുക്കി ഞാൻ പറയാൻ പോവുകയാണ്. അതേപോലെ തന്നെ എൻ്റെ മാത്രം അഭിപ്രായത്തിൽ ഈ സിനിമകളുടെ സ്ഥാനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ സിനിമകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വിശദമായ റിവ്യൂ വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞ് സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ചുരുക്കി ഞാൻ പറയുന്നത്. പ്രധാനമായിട്ട് ഈ സിനിമകൾക്കുള്ള സ്ഥാനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ആദ്യം പറയാൻ പോകുന്ന സിനിമ ഔസേപ്പിൻ്റെ ഒസിയത്ത്. ഈ സിനിമയിൽ വിജയരാഘവൻ സാറ്, അതേപോലെ ദിലീഷ് പോത്തൻ, പിന്നെ കലാഭവൻ ഷാജോൺ, ഇവർ മൂന്ന് പേരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ അഭിനയം എനിക്ക് ഇഷ്ടമായെങ്കിലും ഈ സിനിമ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ തുടക്കത്തിലൊക്കെ സുഖമായിട്ട് പോയി, പക്ഷേ സിനിമ പുരോഗമിക്കും തോറും ഒരു സംഭവം ഉണ്ടായി, പിന്നെ അതിൻ്റെ പിന്നാലെയായി കാര്യങ്ങൾ, പിന്നെ അവസാനം ആ കാര്യത്തിനായിട്ടാണ് ക്ലൈമാക്സ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലൈമാക്സ് ആണെങ്കിൽ ഒരു സുഖവും ഇല്ല. ഇതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ആ ക്ലൈമാക്സ് സൂട്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ മാത്രമല്ല ഇതിൽ കുറച്ച് ലാഗ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാനിതിൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമ കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മായം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ സിനിമ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 4-ാം സ്ഥാനം. അടുത്തത് വടക്കൻ മൂവിയാണ്. ഇതൊരു പ്രേതപ്പടമാണ്. ഇതിൽ കിഷോർ കുമാറാണ് നായകൻ. കക്ഷിക്ക് ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് വരെയും കാര്യമായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ഒന്നും വരുന്നില്ല. കക്ഷി ശാന്തമായിട്ടാണ് ഈ സിനിമയിൽ അങ്ങനെ അതുവരെയും പോകുന്നത്. അതിനുശേഷം ഈ പ്രേതകഥയുമായി ബന്ധപ്പെട്ട് തെയ്യത്തിൻ്റെ വേഷവും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കക്ഷിക്ക് അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ പ്രേതപ്പടമാണെങ്കിലും ഞാൻ അങ്ങനെ പേടിച്ചൊന്നുമില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ പ്രേതത്തെ, ഈ സിനിമയിലുള്ള പ്രേതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു. ഇനി നമ്മൾ എവിടെയെങ്കിലും ഈ സിനിമ കാണുമ്പോൾ ഞെട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ സൗണ്ട് ഡിസൈനിങ്ങും ഒക്കെയാണ്. അപ്പോൾ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. അതേപോലെ മ്യൂസിക് ബിജി ബാലാണ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കുഴപ്പമില്ലാതെ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ VFX കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സും ഈ സിനിമയുടെ കഥയുടെ ക്ലൈമാക്സ് കുഴപ്പമില്ലാതെ ഒരു ക്ലൈമാക്സ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ ക്ലൈമാക്സ് മനസ്സിലായി കൊള്ളണമെന്നില്ല കേട്ടോ. എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ക്ലൈമാക്സ് ആണ്. പക്ഷേ ഇതിലെ നായകന് കൊടുത്തിരിക്കുന്ന ക്ലൈമാക്സ് എന്താണ് ഇങ്ങനെയായി പോയത്? നായകൻ്റെ ക്ലൈമാക്സ് സുഖമില്ല. പക്ഷേ എന്നാലും ഈ സിനിമയുടെ കഥയുടെ ക്ലൈമാക്സ് അവർ ആ പ്രേതത്തെ തളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 3-ാം സ്ഥാനം. അടുത്ത മൂവി പരിവാറാണ്. ഇതിൽ സാമൂഹ്യ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇവർ മാറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. അതൊരു നല്ല മാറ്റർ തന്നെയാണ്. ഇത് പല വീടുകളിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. സാധ്യത എന്നല്ല, സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇത് അവർ കോമഡി രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല, ഇത്രയും വലിയൊരു വിഷയത്തെ ഇവർ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ അവസാനമായപ്പോഴേക്കും അത് കോമഡി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഗുണപാഠമായിട്ട്, അതായത് സമൂഹത്തിന് മാതൃക നൽകുന്ന രീതിയിലാണ് ഇവർ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജഗതി, അതേപോലെ അലക്സാണ്ടർ പ്രസാദ്, പിന്നെ ഇന്ദ്രൻ സേട്ടൻ, പിന്നെ ഇതിലൊരു വയസ്സായ അപ്പൂപ്പനുണ്ട്. അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ കുഴപ്പമില്ലാതെ അതുവരെ കൊണ്ടു ചെന്ന് എത്തിച്ചു. പക്ഷേ ഈ സിനിമയുടെ അവസാനം ഒരു ആവശ്യമില്ലാതെ ഒരു തല്ലിപ്പൊളി സീന് കൊണ്ടുപോയി വെച്ചു ക്ലൈമാക്സിൽ. ആ സീനേ വേണ്ടായിരുന്നു. ആ സീന് കാരണം അത്രയും നേരം ഒരു മാതൃകാ സിനിമയായി പോയിരുന്ന ഈ ഒരു വിഷയം ആകെ കുളമാക്കി കളഞ്ഞു. ആ ഒറ്റൊരു സീന് കാരണം അത് അവർ ഒരു കോമഡി ആയിട്ടാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ
ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്ക് ആ ഒരു ഗുണപാഠം എന്ന നിലയ്ക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് വീണ്ടും ഒരു തല്ലിപ്പൊളിയായ അവസ്ഥയിലേക്ക് ആ കോമഡി കാരണം ഈ സിനിമ ആയിത്തീർന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ആ ഒരു സീൻ ഇല്ലായിരുന്നെങ്കിൽ എബോവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു സീന് കാരണം ആ കഥ തന്നെ മൊത്തം കുളമായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2ാം സ്ഥാനം. ഇനി എൻ്റെ അഭിപ്രായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മൂവി കിങ്സ്റ്റൺ ആണ്. തമിഴ് മൂവിയാണ്. GV പ്രകാശാണ് ഇതിൽ നായകൻ, അതേപോലെ ദിവ്യ ഭാരതിയാണ് നായിക. അപ്പോൾ ഇതൊരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്, അതേപോലെ ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന മൂവി കൂടിയാണ്. പക്ഷേ ഈ സിനിമയിൽ ആക്ഷൻ കാര്യമായിട്ട് ഇല്ല. GV പ്രകാശിന് ഒരു 2 നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. കാരണം കക്ഷി ഈ സിനിമയിൽ ഭയങ്കര ബിൽഡപ്പോടെ ആണ് കാണിക്കുന്നത്. പുള്ളി ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിനുള്ള ആക്ഷൻ രംഗങ്ങളൊന്നും പുള്ളി ചെയ്യുന്നില്ല. അതേസമയം ഇതിൽ ഒരു നല്ല കഥയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രേത കഥ കൂടിയുണ്ട്. രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാനമാവുമ്പോഴേക്കും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്നെ നല്ല ക്ലൈമാക്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉത്തരം ലഭിക്കുന്നുണ്ട്. ഇതിലെ പല കഥാപാത്രങ്ങൾക്കും സിനിമ പുരോഗമിക്കും തോറും സസ്പെൻസുകൾ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവും ഈ സിനിമയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ, കഥയ്ക്ക്, പ്രേതത്തിൻ്റെ വിഷയത്തിന്, അതേപോലെ അവിടുത്തെ ആ ഒരു ജനങ്ങളുടെ അവസ്ഥയ്ക്കുള്ള ഒരു ഉത്തരം, അതൊക്കെ തന്നെ ക്ലൈമാക്സിൽ ഇവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നല്ല സസ്പെൻസ് ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഉണ്ട്, നല്ല പ്രേതത്തെ സംബന്ധിച്ചുള്ള വിഷ്വൽ എഫക്ട്സ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തോമസ് എന്നൊരു കഥാപാത്രമായിട്ട് സാബുമോൻ അബ്ദുൾ സമദ് ചെയ്തിട്ടുണ്ട്. തരികിട സാബു കക്ഷി ഇതിൽ ആ വേഷത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നല്ല പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. അത് അങ്ങേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആക്ഷൻ രംഗങ്ങളില്ല എന്നുള്ളൊരു കുറവ് എനിക്ക് തോന്നി എന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതായത് കണ്ടിരിക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്ത മൂവി തന്നെയാണ് കിങ്സ്റ്റൺ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും സ്ഥാനങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ ഈ 4 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്ഥാനങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.